ഹലോ സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളുടെ കയ്യിൽ മൈദയും മുട്ടയും ക്യാബേജും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഓടുവായോ, നമുക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ബൺ പോക്കറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അതിന് തന്നെ ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇന്ന ഓയിൽ വേണമെന്നൊന്നും നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതിട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്കും ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞതിട്ട് കൊടുക്കുക. അതൊന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ബൗൾ അളവിൽ ക്യാബേജ്, നമ്മുടെ മുട്ടക്കോസ് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സവാളയ്ക്കും ക്യാബേജിനും ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. ഈ പൊടികളെല്ലാം കൂടെ നമ്മുടെ ഈ ഒരു സവാളയിലും അതുപോലെ തന്നെ ക്യാബേജിലും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ പൊടിയുടെ മണമെല്ലാം മാറുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇച്ചിരി ഒരു കുറുകിയ പരുവം കിട്ടാൻ, ആ ഒരു ഗ്രേവി ആ ഒരു പരുവം കിട്ടാൻ വേണ്ടിയാണ് വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം 2 പുഴുങ്ങിയ മുട്ട അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. അധികം ഇട്ട് പുഴുങ്ങിയ മുട്ട ഇട്ടതിന് ശേഷം ഇളക്കേണ്ട. നമുക്ക് ആ ഒരു മുട്ടയ്ക്കകത്ത് ജസ്റ്റ് ആ മസാലകളെല്ലാം കൂടെ ഒന്ന് പിടിച്ച് കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഇതിനകത്ത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിയില നുറുക്കിയത് ഇട്ട് കൊടുക്കുക. ഒരു വലിയ ടേബിൾ സ്പൂൺ നമ്മുടെ ചില്ലി ഫ്ലേക്സ് വറ്റമുളക് പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചു കൊടുക്കണം. മൊത്തത്തിൽ 2 മുട്ട നമുക്ക് ആവശ്യമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ഇട്ടാലും മതി, പക്ഷേ മല്ലിയില ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി വേണ്ടുന്നത് 1 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, അതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് അത് ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഗ്ലാസ് വെച്ചോ അതുപോലെ ഇതുപോലെ ചെറിയ ബൗൾ വെച്ചോ ചെറിയ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. അധികം തിന്നും ആവരുത്, ഓവറായിട്ട് കട്ടിയാവല്ല. ആ ഒരു പരുവത്തിൽ ഈ ഒരു മീഡിയം സൈസിൽ വേണം നമ്മൾ ആക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അതേപോലുള്ള ഒരു കട്ട് ചെയ്തെടുത്ത ആ ഒരു ഡഫ് അതിലേക്ക് വെച്ച് കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി വേണ്ടുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇത്രയും ഓയിലാണ് നമുക്ക് ഈ ഒരു പലഹാരം, ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാൻ ആവശ്യം. അതൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ മല്ലിയിലയും മുട്ടയും ചില്ലി ഫ്ലേക്സും എല്ലാം അതിലാകത്തക്കധികം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മളിതിൽ ഫ്രൈ പാനിലായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്കിന്ന് വേവിച്ചെടുക്കാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിം ഇടുമ്പം ചിലരുടെ ബണ്ണറിൽ മീഡിയം ഫ്ലെയിം ഹൈ ഫ്ലെയിമായിട്ട് വരും. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഇടല്ല. അങ്ങനെയുള്ളവർ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേവിക്കുക. ഒരു 2 മിനിറ്റ് നേരം ഒരു സൈഡ് വേവിക്കുക. അതിനുശേഷം തിരിച്ചിട്ട് 2 മിനിറ്റ് നേരം അപ്പുറത്തെ സൈഡ് വേവിച്ചെടുക്കുക. നല്ല ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിടാം. നല്ലതുപോലെ ഉള്ളു വെന്ത് വരും. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ 2 സൈഡും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കാണിക്കാം. 2 മിനിറ്റ് വേണം നമ്മൾ അപ്പുറം വേവിക്കാനായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി, വെറൈറ്റി ആയി എന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്ക് ചെയ്യുക. എന്നിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.